നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പുണർതം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെ പറ്റിയാണ് പറയുന്നത്. പുണർതത്തിൻ്റെ നക്ഷത്രാധിപൻ ഗുരുവാണ്. അതുകൊണ്ട് തന്നെ ഇവർ ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യതയുള്ളവരും ആയിരിക്കും. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ആലോചിച്ച് അഭിപ്രായം രൂപീകരിച്ച ശേഷമേ ഇവർ പ്രവർത്തനം തുടങ്ങുകയുള്ളൂ. ഓരോ കാര്യത്തിൻ്റെയും നന്മ തിന്മകൾ തിരിച്ചറിയുവാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതിനാൽ തന്നെ അന്യരുടെ കാര്യത്തിൽ ഇവർ ഇടപെടാറില്ല. ധാർമ്മികമായും മതപരമായുമുള്ള കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കും. ബാല്യത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുമെങ്കിലും ഭാവിയിൽ ഇവർ ഉന്നതിയിലെത്തും. അധ്യാപക വൃത്തിയിൽ ഇവർ ശോഭിക്കാനിടയുണ്ട്. പുണർതം നക്ഷത്രത്തിലെ മിഥുനക്കൂറുകാരും കർക്കിടകക്കൂറുകാരും വ്യത്യസ്തമായ സ്വഭാവത്തിനുടമകളായിരിക്കും. കർക്കിടകത്തിൽ ജനിച്ചവർ സരള സ്വഭാവക്കാരായിരിക്കും. മാതൃസ്വഭാവവും കൽപ്പനാ സ്വഭാവവും ഇവരിൽ മുന്നിട്ട് നിൽക്കും. സൗന്ദര്യപ്രിയരും സൗന്ദര്യ ആരാധകരുമായിരിക്കും ഇവർ. ജലസംബന്ധമായ കാര്യങ്ങളിലും കലകളിലും താൽപ്പര്യം കാണിക്കും. ഔഷധശാസ്ത്രത്തിൽ താൽപ്പര്യം കാണും. പാലുമായി ബന്ധപ്പെട്ട തൊഴിലുകളിലും ഏർപ്പെടാൻ സാധ്യതയുണ്ട്. യാത്രയിൽ വളരെയധികം താൽപ്പര്യം കാണിക്കും. സ്വന്തം വീട് വിട്ടു നിൽക്കാൻ ഇവർക്ക് എന്നാൽ ആഗ്രഹവുമില്ല. ഗൃഹാതുരത്വം കൂടുതലായിട്ടുള്ളവരാണ് ഇവർ. ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം മിഥുനക്കൂറുകാരിൽ കാണും. അതുകൊണ്ട് തന്നെ അവർക്ക് ആകർഷകമായ ശരീരവും സത്യസന്ധമായ പ്രവൃത്തിയും വശ്യമായ സംഭാഷണവും മറ്റുള്ളവരുടെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുമുണ്ട്. ഇത് ഇവരെ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരായി മാറ്റുന്നു. ഭഗവാൻ ശ്രീരാമൻ്റെ ജന്മനക്ഷത്രമാണിത്. ഇവർ കാര്യങ്ങളെ ബുദ്ധിപൂർവം ഗ്രഹിച്ച് എല്ലാ വശവും ചിന്തിച്ച് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവരാണ്. ഒരു കാര്യത്തിലും എടുത്തുചാട്ടം കാണിക്കില്ല. ഇവർ ധനപരമായി ഇടത്തരക്കാരായിരിക്കും. ധനാധിപത്യനായ ചന്ദ്രൻ്റെ 12ലെ സ്ഥിതിയാണ് ഇതിന് കാരണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.